ജീവനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിന് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തോളം പഴക്കമുണ്ട്. ഭാരതീയ സംസ്കൃതിയിലാകട്ടെ പ്രകൃതി ഈശ്വരനാണ്. ഭൂമിമാതാവിന് കാവലായി വൃക്ഷങ്ങളും ചെടികളും സംരക്ഷിക്കുക എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗവുമാണ്. കൃഷിക്കാരനായ അച്ഛനിൽ നിന്നാണ് ചെടികളോടും മരങ്ങളോടുമുള്ള സ്നേഹം പുരുഷോത്തമക്കമ്മത്തിന് പകർന്നു കിട്ടിയത്. ബാല്യകാലത്ത് ചെടികൾ നട്ടുനനച്ച് ആ സ്നേഹത്തെ അദ്ദേഹം താലോലിച്ചു വളർത്തി. യൗവനത്തിലെപ്പോഴോ തൻ്റെ നിയോഗം തിരിച്ചറിഞ്ഞ് അപൂർവങ്ങളായ ഔഷധ സസ്യങ്ങളെ തേടി യാത്രയാരംഭിച്ചു. മികച്ച ശമ്പളമുള്ള ബാങ്ക് ജോലി ഉപേക്ഷിച്ച് സസ്യങ്ങൾക്കും ചെടികൾക്കുമൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. ഇന്ന് പുരുഷോത്തമക്കമ്മത്തിൻ്റെ ആലുങ്കൽ ഫാംസ് എന്ന ഔഷധ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ആയിരക്കണക്കിന് അപൂർവ ഇനത്തിൽപ്പെട്ട ഔഷധ സസ്യങ്ങളാണ്. പ്രകൃതിയുടെ ഉപാസകർ സംരക്ഷിക്കുന്നത് ചെടികളെ മാത്രമല്ല, മനുഷ്യകുലത്തെ കൂടിയാണ്. അതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് പുരുഷോത്തമക്കമ്മത്ത്. ബ്രേവ് സല്യൂട്ട്. എൻ്റെ അച്ഛൻ കൃഷിക്കാരനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ബ്ലഡിൽ ഒരു ഉണ്ടല്ലോ. അപ്പോൾ ചെറുപ്പം മുതൽ ഈ മരങ്ങളോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, മരം പച്ചപ്പിനോട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്കൂൾ പഠനകാലത്ത് തന്നെ പല മരങ്ങളിങ്ങനെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നശിഞ്ഞു അങ്ങനെ. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ കുറച്ചെങ്കിലും സംരക്ഷിക്കുക, ഒരു 10 100 അല്ലെങ്കിൽ 10 50 ഇനം സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി കുറച്ച് കളക്ട് ചെയ്തു. പിന്നെ നമ്മളുടെ മണ്ണിൽ വളരാത്ത എല്ലാ മരങ്ങളും എല്ലാ മണ്ണിലും വളരില്ല. അപ്പോൾ അങ്ങനെയുള്ളത് ആദ്യം കളക്ട് ചെയ്തു. അത് പ്രകൃതിയുടെ ഒരു മല്ലിടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്ത് പിന്നെ 10 50 അപ്പോൾ വെറുതെ അതിൻ്റെ പേര് കേട്ട് ഇങ്ങനെ കളക്ട് ചെയ്യണം. ബാക്കി അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. ഒരേ മരങ്ങൾ ഇപ്പം അകില് അത്ര അറിയുള്ളൂ. അതെന്താ ഉപയോഗം, അല്ലെങ്കിൽ അതിൻ്റെ വേറെ യൂസ്, അല്ലെങ്കിൽ ഫാമിലിയോ അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിമൊന്നും ഞാൻ അന്വേഷിച്ച് പോയിട്ടില്ല. അത് കളക്ട് ചെയ്യുക. അങ്ങനെ ഒരു 10 100 ആയപ്പോൾ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നായി. അതെന്ത് ആവശ്യത്തിന് ഉപയോഗിക്കും, അല്ല അതിൻ്റെ അതുകൊണ്ടുള്ള ഗുണം, അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത്. അങ്ങനെ വന്ന് എനിക്ക് വളരെ അഭിമാനത്തോട് പറയാം, ഇന്ന് 3000-ൽ പരം ഇനം സസ്യങ്ങൾ എൻ്റെ കളക്ഷനിലുണ്ട്. അതിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിച്ചതൊക്കെയുണ്ട് പലതും. ഇപ്പോൾ ചെന്തുരിണി നമുക്കറിയാം. ചെന്തുരിണി എന്ന് പറഞ്ഞാൽ കുളത്തിപ്പുഴയിൽ, ലോകത്ത് വെച്ച് കുളത്തിപ്പുഴയിൽ മാത്രമേ ഉള്ളൂ ഒറിജിനൽ ചെന്തുരിണി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാം, ഒരു മരം അല്ലെങ്കിൽ ഒരു സസ്യം എടുത്തു കഴിഞ്ഞാൽ അത് ഒറിജിനലുണ്ട്, അതിൻ്റെ അപരന്മുണ്ട്. അതുപോലെ ഇതുപോലെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് വേണ്ടത് ഒറിജിനലാണ്. പലപ്പോഴും അത് കണ്ടെത്താൻ വളരെ പ്രയാസകരമാണ്. എൻ്റെ ഇത്രയുള്ള ജീവിതത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് AC ലാബ് ഒന്നുമില്ല. പഴയ രീതികളാണ് ഞാൻ എന്നും തുടരുന്നത്. അതിങ്ങനെ ചവച്ച് നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ വേരോട്ടം, അതിൻ്റെ ഞരമ്പ്. അപ്പോൾ പലപ്പോഴും എൻ്റെ വൈഫിനെ ഒച്ചയെടുത്തുണ്ട് ആദ്യകാലങ്ങളിൽ. ഇപ്പോൾ അവൾ മിണ്ടാറില്ല. അയ്യോ അത് വിഷമാണെങ്കിലോ പോയ്സൺ ആണെങ്കിലോ ആണ്. സംഭവം ശരിയാണ്, നമ്മൾ ഉള്ളിൽ കഴിച്ചാൽ മരിക്കുക, വളരെ പോയ്സണുള്ള മരങ്ങളുണ്ട്. പക്ഷേ ഒരു ഉള്ളിൽ 6th സെൻസ് എന്ന് പറയുന്നത് അതൊക്കെ സത്യമാണത്. നമുക്കൊരു ഉൾവിള്ളി പോലെ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അത് വേണ്ട, ചവയ്ക്കേണ്ട എന്നുള്ളൊരു തോന്നൽ. നമ്മൾ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് തമാശ, ഞാനും ആദ്യകാലങ്ങളിൽ അങ്ങനെ ധരിച്ചിരുന്നു. പക്ഷേ ഇത് സത്യമാണ്. ഇതിൽ കുറേ വിശ്വാസങ്ങളും സയൻസും എല്ലാം അടങ്ങിയതാണ്. നമ്മുടെ ജീവിതത്തിൽ സസ്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഇതുണ്ട്, നമ്മളറിയാത്ത ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതും കളക്ട് ചെയ്ത് ഏകദേശം പിന്നെ എനിക്ക് അതിനെപ്പറ്റി അറിയണമെന്നായി. അത് ഒരു സസ്യം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്തെല്ലാം ഉപയോഗങ്ങളാണ്, അതിനെപ്പറ്റി പഠനങ്ങൾ, പിന്നെ കുറേ പുസ്തകങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ന് എൻ്റെ കയ്യിൽ നല്ലൊരു ശേഖരമുണ്ട്. താളിയോല തന്നെ ഒത്തിരി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു ഭാഗ്യവാനാണ് ഞാൻ. കാരണം അത് വിളിച്ച് തന്നിട്ടുള്ളതാണ്, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതല്ല. പലരും ഇങ്ങനെ പഴയ ആൾക്കാർ പല നമ്പൂരി ഇല്ലങ്ങളിൽ നിന്നൊക്കെ, എൻ്റെ മക്കളൊക്കെ വിദേശത്താണ്, ഇത് നശിഞ്ഞു പോകും, താങ്കളെപ്പറ്റി ഇത് ഞാൻ കണ്ടു, അപ്പോൾ അത് സുരക്ഷിതമായിട്ടുള്ള അങ്ങനെ ഒത്തിരി ഗ്രന്ഥങ്ങൾ എനിക്ക് കിട്ടി ഭാഗ്യമുണ്ടായി. അതിൽ നിന്നെല്ലാം ഞാൻ കുറേ പഠിച്ചു, കുറേ സ്റ്റോറികൾ ഇത് പഠിച്ചു. അപ്പോൾ ഈ ചെന്തുരിണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പറ്റി പറയാം. ലോകത്ത് വെച്ച് കുളത്തിപ്പുഴയിൽ മാത്രമേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉപയോഗം നമ്മളെന്താ പറയുക, അതിൻ്റെ ഉണക്കക്കമ്പ് പോലും
നിലത്ത് മുട്ടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു എനർജി നമുക്ക് കിട്ടും. അത് സത്യമുള്ള കാര്യമാണ്. പണ്ടിത് നമുക്ക് ഉപയോഗിക്കാനോ ഒന്നും ചെയ്യാൻ അധികാരമില്ല. രാജാക്കന്മാരുടെ ഒരു സ്വകാര്യ സ്വത്തായിരുന്നു അത്. അപ്പോൾ അത് ആ മരം അതിന് പല യാത്രകളിലും ഞാൻ കളക്ട് ചെയ്തു. പക്ഷെ അതിൻ്റെ ഈ അപരന്മാരാണ് എനിക്ക് കിട്ടുന്നത്, ഒറിജിനൽ കിട്ടുന്നില്ല. പിന്നെ ഏതൊരു മരം ഇവിടെ നിന്നിപ്പോൾ കോട്ടയത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മണ്ണിൻ്റെ ഘടനയിൽ മാറ്റമുള്ള അത് മരം ചെറിയ, പക്ഷേ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ 100% അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലവർ കാണണം. ചില മരങ്ങളോ സസ്യങ്ങളോ പൂക്കണ 10, 20, 30 വർഷങ്ങൾ അത്ര നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ഘടനയിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ നോക്കി നമ്മൾ ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഒറിജിനൽ ചെന്തുരി കിട്ടാതെ വന്ന അവസാനം അവിടെ തന്നെ പോയി എനിക്ക് കളക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ചെന്തുരി ഇപ്പം എൻ്റെ കയ്യിൽ എൻ്റെ ശേഖരത്തിലുണ്ട്. അത് ലോകത്ത് വേറെ എങ്ങുമില്ല അതിൻ്റെ അപരന്മാർ. അതുപോലെ ഒത്തിരി മരങ്ങളുണ്ട്. ഇപ്പം ആനത്തൊണ്ടി എന്ന് പറയുക, അതൊക്കെ വലിയ മരമാണ്, വൻമരമാണ് ആനത്തൊണ്ടി. അത് ഓപ്പിയത്തിന് പകരം, മരുന്നിൽ ഓപ്പിയത്തിന് പകരം എടുക്കുന്നതാണ്, മനസ്സിലായത്. ഓട്ടിസത്തിന് മരുന്നാണ്. അതുപോലെ ഒരു സസ്യം അല്ല ഒരു പുൽക്കൊടി പോലെ എടുത്താൽ അതിൻ്റെ ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ വന്നപ്പോൾ 72 ഞാൻ ബാങ്കിൽ ഉദ്യോഗസ്ഥൻ കയറിയാണ്. 84 ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഒരു ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് പോലെ തോന്നി. ഞാൻ ആ ജോലി രാജിവെച്ച് ഫുൾ ടൈം ഇതിലേക്ക് വന്നു. അന്ന് ഒത്തിരി ആൾക്കാർ എനിക്ക് അത് തെറ്റായ നടപടിയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ആദ്യഘട്ടങ്ങളിലൊക്കെ എനിക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ 100% സന്തോഷവാനാണ്. കാരണം ഒത്തിരി കുട്ടികൾ ഇവിടെ പഠനത്തിനും മറ്റേതിനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് ശേഖരിച്ച് അവസാനം കഴിഞ്ഞ നമ്മുടെ ഫോറസ്റ്റിൽ നിന്ന് കൺസർവേറ്റർ വന്നപ്പോൾ അദ്ദേഹം എനിക്കൊരു ലിസ്റ്റ് തന്നു. അതിൽ ഏകദേശം 250 സസ്യങ്ങളുടെ മരം ഉൾപ്പെടെ വനത്തിൽ പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു എന്താ പറയുക, അതിലേക്ക് എൻ്റെ ജീവിതം അല്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. ഇപ്പോൾ ഇത്രയും സസ്യങ്ങൾ ഞാൻ നട്ടു വളർത്തുന്നുണ്ട്. ഒത്തിരി കുട്ടികൾ പ്രൊജക്റ്റിനും മറ്റേ എടുക്കാനായിട്ട് തോട്ടം കാണാനൊക്കെ വരുന്നുണ്ട്. ഒത്തിരി ക്ലാസ്സുകൾ ഞങ്ങളിവിടെ നടത്താറുണ്ട്. ഫ്രണ്ട്സ് അസോസിയേഷൻ, ആത്മ, പിന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ബയോഡൈവേഴ്സിറ്റി ഫാം സ്കൂളാണ് അങ്ങനെ പ്രവർത്തിച്ചു വരുന്നു. പണ്ട് വിത്ത് ഇടുന്ന ഞങ്ങൾക്ക് നെൽകൃഷി ഉണ്ടായിരുന്നു. വിത്ത് വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം വിത്ത് ഇടുന്നൊരു ചടങ്ങുണ്ട്. അത് ഞങ്ങൾ 13 മക്കളിലെ ഏറ്റവും ഇളയതാണ് ഞാൻ. ഞങ്ങൾ ഫാമിലി എടുക്കുകയാണെങ്കിൽ 2 കുടിയിലായിട്ട് 13 മക്കളാണ് ഞങ്ങൾ. മൊത്ത കുടിയിൽ 3, ഞങ്ങൾ 10. ഈ 13ാമത്തെ ആളാണ്. പക്ഷേ അന്ന് വിത്തിടാനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. എന്തോ പ്രകൃതിയുടെ അവർ ചിലപ്പോൾ മനസ്സിലാക്കിയ മൂപ്പനത്. അപ്പം അന്ന് തമ്പുരാൻ എന്നാണ് വിളിക്കുന്നത്. അന്നത്തെ ഭാഷ അതാണല്ലോ, ഭൂസ്വത്തുള്ളവൻ അല്ലെങ്കിൽ പൂണൂലിലുള്ളവരൊക്കെ മുതലാളി തമ്പുരാൻ എന്നുള്ള വിളിയാണ്. അപ്പോൾ ആ തമ്പുരാൻ വിളി കേട്ട് അത് ആ വിത്ത് വിതയ്ക്കുക എന്നുള്ള ആദ്യ കർമ്മം ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ അച്ഛനുള്ളപ്പോഴാലും ബാക്കി സഹോദരന്മാരുണ്ടെങ്കിലും ആ ഭാഗ്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ചിലപ്പോൾ കണ്ടിരിക്കാം, ആ പ്രകൃതിയിലെ എന്നിലുള്ള ബ്ലഡിലുള്ള ഇത് വാസനയായിരിക്കാം. അത് ഇന്നും ഞാൻ തുടരുന്നു. ഇന്ന് എനിക്ക് 76 വയസ്സായി. പക്ഷേ ഇന്നും ഈ സസ്യങ്ങളോടും ഇപ്പോൾ വെച്ചൊരു പശുവുണ്ട്, അങ്ങനെ സസ്യങ്ങളും ഇതുമായിട്ട് ജീവിച്ചു വരുന്നു. എനിക്ക് തോന്നുന്നു SSLC 64 ബാച്ചാണ് ഞാൻ. അത് 64 അത് 7ാം ക്ലാസ്സിലോ 5ലും 5ലും ഒരേ കൊല്ലം ഞാൻ കളഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ഒരേ വർഷം കൂടുതൽ. അപ്പം 64 ബാച്ച് 64. അപ്പം അന്ന് മുതൽ കളക്ട് ചെയ്തതാണ് ഞാൻ. ശരിക്കും 69, 70 കാലഘട്ടങ്ങളിൽ നല്ല തരത്തിൽ കളക്ട് ചെയ്യാൻ തുടങ്ങി. ഇത് ഏകദേശം മരങ്ങളെന്ന എണ്ണം ഞങ്ങൾ മൊത്തം പറയാൻ പറ്റില്ല, എന്നാലും 3000 വെറൈറ്റി ഉണ്ട്. ഒരു മരം തന്നെ 2, 3 ഉള്ളതുണ്ട്. അതിൽ ഏകദേശം 400ഓളം ഫ്രൂട്ട് പ്ലാന്റ്സാണ്. ഒരു 150ഓളം ഏകവർഷിയുണ്ട്. ഏകവർഷി എന്ന് പറഞ്ഞാൽ അത് തന്നെ മുളയ്ക്കുക. ഇപ്പോൾ തൊട്ടാവാടി, മൊയൽ ശിവൻ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. അത് തന്നെ മുളച്ച് അത് ഏകദേശം 150ഓളം വെറൈറ്റി ഉണ്ട്. 3000ഓളം വെറൈറ്റി ഉണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ പഠിക്കുമ്പോൾ വെള്ളത്തിന് ക്ഷാമം വരും, വെള്ളം പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും എന്നുള്ളൊരു പേപ്പറിലൊക്കെ ചെറിയ വാർത്തകൾ. അന്ന് ടി വിയും കാര്യങ്ങളൊന്നുമില്ലല്ലോ, അത് പേപ്പർ തന്നെ. അപ്പോൾ അതിൽ വായിക്കുമ്പോൾ ഞാൻ അത് പുച്ഛിച്ച് തള്ളിയ ആളാണ്. കാരണം ഞങ്ങൾക്കിവിടെ കുളം, കിണർ എല്ലാം ഉണ്ട്, ഇതിന് വെള്ളത്തിന് എന്ത് പൈസ കൊടുത്ത് വാങ്ങിക്കുക എന്നുള്ളത്.
പക്ഷേ ഇനി വരാൻ പോകുന്ന ഭയങ്കര രൂക്ഷം, അതിലും കാളേറെ രൂക്ഷമായിട്ടുള്ള പ്രശ്നം ഓക്സിജൻ. അത് വലിയൊരു വിപത്തായിട്ട് മാറും. നമ്മൾ ഓരോരുത്തരും, ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നട്ടുകൊണ്ട് ഓരോരുത്തരുടെയും ഒരു കടമയാണത്. നമ്മൾ മരങ്ങളെ അല്ലെങ്കിൽ സസ്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. എനിക്ക് തോന്നി എനിക്ക് എന്നാൽ കഴിയുന്നത് പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, എന്നാൽ കഴിയുന്നത്. പിന്നെ എൻ്റെ ആ ഒരു വാസന, ജന്മനാ ഉള്ള ഒരു വാസനയും കൂടി വന്നപ്പോൾ ഞാൻ എനിക്ക് ബാങ്ക് ജീവിതം എന്നുള്ള എനിക്കൊരു പേടിസ്വപ്നം പോലെ ആയിത്തോളൂ. അത് പ്രകൃതി തന്നെ തോന്നിച്ചതായിരിക്കാം. അവിടെ പോകുക എന്നുള്ളൊരു മടിയായി. എപ്പോഴും മരങ്ങൾ കളക്ട് ചെയ്യുക, നടുക, അങ്ങനെ ലീവ് എടുത്ത് ആദ്യമൊന്നും ഇങ്ങനെ നടന്ന് അവസാനം വീട്ടുകാരുടെ പിന്നെ ഞാൻ ചെയ്തു വന്നത്, എവിടെ ഇപ്പോൾ ഒരു പ്ലാന്റ് ഇപ്പോൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊല്ലത്തോ അല്ലെങ്കിൽ മൈസൂരിലോ അല്ലെങ്കിൽ എവിടെ കാസർഗോഡോ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. അത് എൻ്റെ ഒരു കണക്കൂട്ടലായിരുന്നു. അതായത് എൻ്റെ ഫാമിലി, ബാക്കിയുള്ള പുറത്തുനിന്നുള്ള ഇതിനേക്കാളേറെ ഫാമിലി സപ്പോർട്ട് വേണമല്ലോ. അപ്പോൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു യാത്ര പോവുക. എന്നിട്ട് അവിടെയെല്ലാം കറങ്ങി ഞാൻ ആഗ്രഹിച്ച സസ്യമായിട്ട് തിരിച്ചു പോരും. അത് വൻ വിജയമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫാമിലി. അപ്പോൾ എൻ്റെ ഫാമിലി എനിക്ക് സപ്പോർട്ടായി. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ എന്താ പറയുക, ഞാൻ ചെയ്യുന്നത് ആർക്കും ദ്രോഹമുള്ളൊരു പണിയല്ലല്ലോ. ഈ പറഞ്ഞ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ പ്രാണവായു, അതില്ലാതെ സാധാരണ ഒരു മനുഷ്യന് എനിക്ക് തോന്നുന്നൊരു 2-3 മിനിറ്റ് താഴെ, 3 മിനിറ്റ് സാധിക്കുന്നൊന്നുമില്ല. അതൊക്കെ വളരെ പ്രാണായാമം അതുപോലെയുള്ള ഇത് അഭ്യസിച്ചിരിക്കുക 5 മിനിറ്റൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സംഭവം നമുക്ക് എന്താ പറയുക, ഈ സസ്യങ്ങൾ ഞാൻ പരിപാലിച്ച, അല്ല എൻ്റെ പ്രശ്നമൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഞാൻ അല്ലെങ്കിൽ അതെനിക്ക് അവകാശപ്പെടാം. പരിപാലിക്കുന്ന ആ വൃക്ഷം, പുറത്തേക്ക് വിടുന്ന പ്രാണവായു എല്ലാവർക്കും ഉപകാരം. അത് എൻ്റെ ഫാമിലിയും ഞാനും മാത്രമല്ല. അപ്പോൾ എനിക്ക് കൂടുതൽ ഉത്സാഹമായി. പിന്നെ നല്ല ബന്ധങ്ങൾ, അത് എനിക്ക് ഒരു പരിധിയല്ല, നല്ലൊരു എനിക്ക് വളരെ ഒരേ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് പരിചയക്കാരെ കണ്ടെത്തുക, അല്ലെ ഇവിടെ വന്ന് അതാകുമ്പോൾ കൂടുതൽ ഉത്സാഹവും താല്പര്യം തോന്നി. ഇപ്പം എന്താ പറയുക, ഈ വയസ്സിൽ ഇപ്പോൾ നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന മരം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എൻ്റെ കയ്യിലില്ലാത്തതാണ്. ഞാൻ അടുത്ത പരിപാടി അതാണ്, മനസ്സിലായോ? അടുത്ത യാത്ര അവിടെയായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കളക്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഒത്തിരി ആവശ്യമില്ലാത്ത യാത്രകൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ. ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞാൽ പറയുന്നത് ഒത്തിരി അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇതിന് പണച്ചെലവുണ്ടല്ലോ. നമുക്ക് പറയുമ്പോൾ പലതും പറയാം, ഇത് ചിലവുണ്ട് ഒത്തിരി. നമുക്ക് യാത്രാ ചിലവുകളുണ്ട്, ഭക്ഷണം എല്ലാം നമ്മളത് ചെല്ലണം. പിന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് തരണം ചെയ്യണ്ടേ. ഇത് ആദ്യകാലം ഇപ്പോൾ ഒരു ചെറിയ നഴ്സറി ഉണ്ട്. അന്ന് ഞാൻ എൻ്റെ കളക്ഷൻ മാത്രമായിരുന്നു കളക്ട് ചെയ്യുക. അതിന്ന് വരുമാനമൊന്നുമില്ല. 1000-ങ്ങളോ 10,000-ങ്ങളോ കളഞ്ഞിട്ട് ഒരു ചെടിക്ക് വേണ്ടി കളയേണ്ടി വന്നിട്ടുണ്ട്, മനസ്സിലായോ? അത് കളയേണ്ടി വന്നത് അന്നെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫേസ്ബുക്കോ ഇതൊന്നും പരിപാടികളൊന്നുമില്ല. ഇവിടെ അറിയപ്പെടുന്ന ഒരു ചെടിക്ക് ഇവിടെ അറിയപ്പെടുന്ന പേരല്ല കോട്ടയത്തോ അല്ലെങ്കിൽ വെളിപ്പേരുണ്ട്. നമ്മളപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ ആ ചെടി കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ ചെന്നതിന് ശേഷമാണ് മനസ്സിലാകുന്ന എൻ്റെ കയ്യിലുള്ള ചെടി തന്നെയാണ്. അങ്ങനെ യാത്രാ ചെലവുകൾ ആദ്യകാലങ്ങളിൽ. പക്ഷേ ഇന്ന് സൗകര്യമുണ്ട്, നമുക്ക് ആ ചെടി എൻ്റെ വീട്ടിലിരുന്ന് എനിക്ക് കാണാം, ഉണ്ടെങ്കിൽ പോയാൽ മതി. അപ്പോൾ ഇങ്ങനെ സൗകര്യങ്ങൾ കൂടി യാത്രകൾ കുറച്ചിട്ടില്ല, പക്ഷേ അനാവശ്യ ചിലവുകൾ കുറഞ്ഞു. യാത്ര പോവുക എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയും ഒരു ചേഞ്ച് അല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഒരു സസ്യം ഞാൻ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫാമിലി ഹാപ്പി, അവർ അതിനെപ്പറ്റി വേറെ കൂടുതൽ ചിന്തിക്കുന്നില്ല. അപ്പോൾ എനിക്ക് വേണ്ട സാധനം എനിക്ക് കിട്ടി, മനസ്സിലായോ? ആ പ്ലാന്റുമായിട്ട് ഞാൻ കളക്ട് ചെയ്യുക. അത് ഇന്നും ചെയ്യുന്നത് തന്നെയാണ്. ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ പോകും. അപ്പോൾ ഒരു എൻ്റെ മനസ്സിൽ, ഞാനും സാധാരണ മനുഷ്യനാണല്ലോ, ഞാനൊരു പ്ലാന്റ് വാങ്ങിക്കാൻ പോയി, ഇവിടെ നിന്ന് യാത്ര ചെയ്തു, 10,000-10,000 രൂപ ചിലവാക്കി വന്നു കഴിഞ്ഞാൽ എനിക്കും ഒരു തോന്നലുണ്ടാകാം. ഞാനതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും ഇതിനു വേണ്ടി പൈസ. പക്ഷേ ഞാൻ ഹാപ്പിയാണ്, കാരണം എൻ്റെ കുടുംബം എൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ ഒരു നഷ്ടബോധമില്ല. ഞങ്ങൾ യാത്ര ആസ്വദിച്ചു. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു നിധിയായിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ചെയ്തു എന്നുള്ളത്, എന്നുള്ളത് ഞാനൊരു വ്യക്തി, അത്ര എന്നെക്കൊണ്ട് പ്രകൃതി ചെയ്യിക്കുകയാണ്. എന്നെപ്പോലെയുള്ള ഒത്തിരി പേരുണ്ടല്ലോ ഈ പറഞ്ഞ മാതിരി. അവരെ അത് മോശക്കാരായിട്ടല്ല കാണുന്നത്. ഓരോരുത്തരും എല്ലാവരിലും ഓരോന്നും ഒളിഞ്ഞു കിടപ്പുണ്ട്, നമ്മളത് പുറത്തേക്ക് എടുക്കുക, മനസ്സിലായോ? അന്ന് ഞാൻ ബാങ്ക് ജീവിതം ഞാൻ പലരും ഇപ്പോഴും ചിന്തിക്കാറുണ്ട്.
തുടർന്ന് സംഭവം ഇന്നും ഞാൻ സാമ്പത്തികമായിട്ട് അത്ര പുറകിലല്ല, എന്നാൽ എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളില്ല. എൻ്റെ മനസ്സിലെ ആഗ്രഹം ഒരു ഇല്ലാത്ത ചെടി ഇവിടെ കൊണ്ടുവന്ന് പിടിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു വിമാനം അങ്ങനെയല്ല, ഒരു കപ്പൽ വിലക്ക് വാങ്ങിക്കുക എന്നുള്ള, കപ്പൽ യാത്ര ചെയ്യാൻ നമുക്ക് കപ്പൽ പൈസ കൊടുത്ത് മേടിക്കേണ്ടതാണ്. അതിൻ്റെ ടിക്കറ്റ് എടുത്ത് നമുക്ക് എവിടെയും യാത്ര ചെയ്യാം. ഒത്തിരി സൗകര്യങ്ങൾ ഇന്ന് എല്ലാ തരത്തിലുണ്ട്. അതേസമയത്ത് ഈ സാധനം ഞാൻ ആഗ്രഹിക്കുന്ന ചെടി അതിനെ നട്ടു വളർത്തി പരിപാലിച്ച് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില വ്യക്തികൾക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. വെല്ലുവിളി എപ്പോഴും വേണമല്ലോ. നമ്മൾ എല്ലാം പോസിറ്റീവായിട്ട് കാണുക. ഒരു വ്യക്തി നമ്മളെപ്പറ്റി എന്തെങ്കിലും പറയുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത സംഭവമായിരിക്കും, ചെറിയ കാര്യമാണെങ്കിലും. അത് നമ്മൾ അതിൽ നല്ല കാര്യങ്ങളുണ്ടാവും പോസിറ്റീവ്. നമ്മളതിൽ നന്നാകുക, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അത് അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും ചീത്ത വശങ്ങളോ അല്ലെങ്കിൽ ഞാൻ നന്നാകാനുണ്ടോ എന്ന് ചിന്തിച്ചാൽ സിമ്പിൾ, ഒരു പ്രശ്നമില്ല. അത് ഒരു കാര്യം ഞാൻ പറയാം, ഈ എപ്പോഴും എനിക്ക് എൻ്റെ തോന്നലായിരിക്കും, പക്ഷേ ശരിയെന്ന് ഞാൻ പറയുള്ളൂ. ഈ സസ്യങ്ങളും പ്രകൃതിയായിട്ട് ജീവിക്കുന്നവനെ പെട്ടെന്ന് അത് അംഗീകരിക്കാൻ സാധിക്കും. പലരും എന്നെ പലതരത്തിലും കളിയാക്കിയുണ്ട്. സ്വാതന്ത്ര്യം കൂടുതലുള്ളവർ ശാസിക്കുമല്ലോ, കുടുംബക്കാരാകുമ്പോൾ ശാസന അതെല്ലാം അനുഭവിച്ച ആളാണ് ഞാൻ. എനിക്കും തോന്നൽ, സാധാരണ മനുഷ്യനാണ് ഞാൻ. എനിക്കും തോന്നലുണ്ടായിട്ടുണ്ട് ഞാൻ തെറ്റിലേക്കാണോ പോകുന്നത്. തുടക്കത്തിൽ യാതൊരു ഇതുമില്ല, നല്ലൊരു വരുമാനം ഇല്ലാതാക്കിക്കൊണ്ട് പെട്ടെന്ന് വേറൊരു ഇതിലേക്ക് പോവാണ്. ആൾക്കാരെ സമ്മതിക്കും, ശരിയാണത്. ഞാനും ഉറങ്ങാതൊക്കെ ഇരുന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഉറക്കമില്ലാതെ ഇങ്ങനെ ഇതായിട്ട് നടന്നതല്ല, ചിന്തിച്ചിട്ടുണ്ട് എന്നെപ്പറ്റി. ഞാൻ പലരും പറഞ്ഞ് കുടുംബക്കാരോട് ചെയ്യുന്ന തെറ്റാണെന്ന് പോലും പലരും, സ്വാതന്ത്ര്യമുള്ളവർ അതാത് വാക്കുകൾ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നിരാശപ്പെട്ടില്ല. കാര്യം എൻ്റെ മുന്നിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എന്നെക്കൊണ്ട് ചെയ്യിക്കണത് എന്താ ശരിക്കും. ഞാൻ ഇപ്പോൾ ഒരു സീഡ് എടുത്തു കഴിഞ്ഞാൽ മനുഷ്യനൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ, മനസ്സിലായോ? ഇപ്പോൾ 3000, എനിക്ക് ഉറപ്പിച്ച് പറയാം, 3000-ഓളം സസ്യങ്ങൾ ഇവിടെയുണ്ട്. അതിൻ്റെ ഓരോ ഭാഗങ്ങളും അതിൻ്റെ യൂസ് എനിക്ക് പറയാൻ സാധിക്കും. എൻ്റെ കഴിവല്ല, അതായത് പ്രകൃതി ജീവിക്കണം. ഞാൻ ബോട്ടണിയൊന്നും അല്ല, പക്ഷേ എല്ലാ കോളേജുകളിലും സ്കൂളിലും എനിക്ക് ഒരു മിനിറ്റെങ്കിലും സംസാരിക്കാൻ പറയാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആരാ ചെയ്യിച്ച പ്രകൃതി, അതായത് എന്നിൽ കൂടി എന്തോ പ്രകൃതി എന്നെ ചെയ്യിക്കുകയാണ്, മനസ്സിലായി. ഞാനൊരു ഉപകരണം മാത്രം. അപ്പം ഞാനെന്ന് പറഞ്ഞ് ഇപ്പോൾ സീഡ്, മനുഷ്യനെ പറ്റി ഞാൻ പറയാം, ചെറുതാക്കി കാണിക്കുകയല്ല. ഒരു ചില സീഡുകൾ 10,000-20,000 വർഷം, 20 ദിവസം 20 കൊല്ലമല്ല, 20,000-ഓളം വർഷങ്ങൾ സമാധിയിലിരുന്നിട്ട് അതിന് വേണ്ട സമയം വരുമ്പോൾ അത് മുളച്ച് വരുന്നുണ്ട്. ആ സീഡിൻ്റെ മുൻപിൽ ഞാനുൾപ്പെടെയുള്ള മനുഷ്യരെന്താ? ഒന്നുമല്ല. ഞാൻ മനുഷ്യനെ എഴുതിത്തള്ളുകയല്ല. മനുഷ്യവർഗം എന്ന് പറഞ്ഞാൽ ആർത്തി മാറിയാൽ മതി. എനിക്ക് ഉറപ്പിക്കും, ഞാനും മനുഷ്യനാണല്ലോ, എന്നെപ്പറ്റി എനിക്ക് പറയാമല്ലോ. ആർത്തി മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാം ശരിയാവും. എനിക്ക് വേറെ ചിന്തയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു സസ്യം എവിടെയെങ്കിലും എൻ്റെ കയ്യിലില്ലെന്ന് ഞാൻ അത് കളക്ട് ചെയ്യുക, എന്ത് നേടിയെന്നില്ല. അത് എൻ്റെ സ്വകാര്യ സ്വത്തായിട്ട് മാത്രമല്ല മാറുന്നത്. ഇവിടെ ഒത്തിരി കുട്ടികൾ പറ്റും, ഞാനത് പബ്ലിക് അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് പകർത്തുകയാണ്. കുടുംബം ആദ്യകാലമെങ്കിൽ അവർക്കും പറയാവുന്ന, എതിർക്കാവുന്നവർ എതിർത്തിട്ടുണ്ട്, പലരും മൗനമായിട്ട് നിന്നിട്ടുണ്ട്. അത് ഞാനും അനുഭവിച്ചു. പക്ഷേ വളരെ ഹാപ്പി, എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. മക്കൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. മകൻ, അവനും ബാങ്കും വലിയ കമ്പനി ഉദ്യോഗമൊക്കെ രാജിവെച്ച് ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. വൈഫ് പിന്നെ അവൾ നേരത്തെ തന്നെ, അവർക്ക് നിവൃത്തികേടുകൊണ്ടല്ലോ വൈഫെന്ന്, ഞാനത് പുച്ഛിച്ച് പറയല്ല. ഒരു ഭർത്താവിനെ സഹായിക്കേണ്ട ഒരു കടമ എന്നുള്ളത് സീതാദേവിയുടെ ചരിത്രം പറഞ്ഞാൽ തന്നെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവളിപ്പോൾ പൂർണ്ണ സംതൃപ്തിയാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും, എൻ്റെ കുടുംബം, ഇപ്പോൾ നാട്ടുകാരാണെങ്കിലും എന്നെപ്പറ്റി അന്വേഷിച്ച് വരുമ്പോൾ പലരും കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ കമ്മത്തിൻ്റെ വീട് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ആ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പല്ലേ. പക്ഷേ ഞാൻ അവരോട് എൻ്റെ വീട് കാടാണെന്ന്, പക്ഷേ എൻ്റെ മനസ്സിലും കാടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഉദ്ദേശിച്ച കാര്യം അന്യൻ പറയുമ്പോൾ ഞാൻ വിജയിച്ചു എന്നുള്ളത് തന്നെയാണല്ലോ. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഏത് ഇത് പറഞ്ഞാലും നമുക്കത് മോശമായിട്ട്, പക്ഷെ അത് പോസിറ്റീവായിട്ട് എടുത്താൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ 3000 കളക്ഷനത്തോളം വരുന്നത്, പിന്നെ ഒരു 5000 ചില്ലാനം സസ്യങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും, ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ വലിയ ആളായിരുന്നല്ല, ഏകദേശം 10,000 താഴെ, പക്ഷേ ലക്ഷങ്ങൾ അറിയാൻ കിടക്കുന്നു.
അപ്പോൾ ഞാൻ തന്നെ, അല്ലാതെ ഞാനങ്ങനെ മേലെ നിങ്ങളുടെ ആരും മേലെ ഒന്നുമല്ല. എനിക്കത്ര അറിയാം, ബാക്കിയുള്ളവർക്ക് വേറെ ഒത്തിരി എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാൻ പറ്റും. പക്ഷേ 10,000 സസ്യങ്ങൾ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് സന്തോഷമുള്ള കാര്യമാണ്. മനസ്സിലായോ? അപ്പോൾ പല മിക്ക കോളേജുകളിലും എക്സിബിഷനൊക്കെ വരുമ്പോൾ തലേദിവസം വിളിക്കാറുണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അത് നമ്മളെന്താ പറയുക, വളരെ സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ്. എന്നെ വിളിക്കുന്നു എന്നുള്ള ഇതിൽ മാത്രമല്ല, എനിക്കത് പറയാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്, തിരിച്ചറിയാൻ. അത് എന്നിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല, അടുത്ത തലം ശരിക്കും സ്കൂൾ തലത്തിൽ തുടങ്ങണം. ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10 ചെടികളെങ്കിലും, 10 ഒത്തിരി വലുതായെന്നല്ല, 10 ചെടികളെ പറ്റിയെങ്കിലും അതിനെപ്പറ്റി A to Z അതിൻ്റെ ഉപയോഗം അറിയാൻ സാധിക്കണം. ആ ഒരു പഠന അവരിൽ അത് വളർത്തുക എന്നുള്ളതാണ് ഞാനിവിടെ ചെയ്തു വരുന്നത്. ഇവിടെ എൻ്റെ കൊച്ചുമക്കളുണ്ട്, ഇവിടെ ഞങ്ങൾ ഒരു നഴ്സറി നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലും ഈ ചെടി കളക്ട് ചെയ്യാൻ വരുമ്പോൾ ഞാൻ അവരെ കൊണ്ടാണ് എടുപ്പിക്കുന്നത്. സിമ്പിൾ, അവർ ഹാപ്പിയാണ്, ഓടി കിടന്ന് കളക്ട്. അപ്പോൾ ഞാനറിയാതെ അല്ലേ അവരറിയാതെ തന്നെ ആ ചെടികളെ പറ്റി പഠിക്കുകയാണ്. ഇപ്പം എൻ്റെ കൊച്ചുമ്മനിപ്പോൾ എടുത്ത് ഇത് പറയാൻ കാരണം, അവന് 9th പഠിക്കുന്നത്, എൻ്റെ കൊച്ചുമ്മൻ മൂത്താൾ. ഒരാൾ 5ൽ, ഒരാൾ LKG. അപ്പോൾ ഇത്തവണ മറ്റേ സ്കൂളിൽ എക്സിബിഷൻ ഉണ്ടായിരുന്നു, ഭവൻസിലാണ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം വരെ എന്നെയാണ് വിളിച്ചത് അവർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഇത്തവണ അവനാണ് അത് കാണിച്ചു കൊടുത്തത്. ഞാൻ വളരെ ഹാപ്പിയായി. കാരണം അവൻ മീൻസ് അവന് ആ താല്പര്യമുള്ള കുട്ടി, വളരെ അഭിമാനം തോന്നിയത്. എന്നിട്ട് ആ ടീച്ചർ എന്നെ വിളിക്കുകയും ചെയ്തു, വളരെ കൃത്യം. അവിടെ ബാക്കിയുള്ള തെറ്റായിട്ടുള്ള ബോർഡുകൾ വരെ അവന് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു. അപ്പം എന്താ പറയുക, അവരിലേക്കും പകർത്താൻ, അതായത് 3ാമത്തെ തലമുറയിലേക്കും സാധിച്ചു എന്നുള്ളതാണ്. അത് ഈ ശാന്തുനു എന്നാണ് അവൻ്റെ പേര്. ഈ ശാന്തുനിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല, ഇത് എല്ലാ സ്കൂളിലും. ഞാൻ ചെന്ന സ്കൂളിലൊക്കെ പറയാറുണ്ട്, ഒരു 10 ചെടികളെ പറ്റി, അല്ല 100 500 വേണ്ട, അവർക്ക് ആ വാസന വരും. അതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പരാജയം എന്ന് പറയുന്നത്, പരാജയപ്പെടുന്ന ഘട്ടങ്ങളുണ്ടായി, ചിലപ്പോൾ ഞാൻ അറിയാതെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പോകുന്നത് എന്താ പറയുക, അത് ആ ഒരു സസ്യം അതിനെപ്പറ്റി അതിനെ അതിനെ ജീവൻ വെപ്പിച്ചെടുക്കുക, അത് നശിക്കാതെ നോക്കുക. അപ്പം 1-2 ചെടികൾ ചിലപ്പോൾ നശിഞ്ഞു പോയിട്ട്, അത് പരാജയം എന്നുള്ള കാര്യത്തിൽ ഞാൻ അതിൽ പരാജയപ്പെട്ടിട്ടില്ല. കിട്ടാത്ത ചെടി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് സന്തോഷം തന്നെയാണ്. പിന്നെ അവരിവിടെ എൻ്റെ ഈ കൂട്ടത്തിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ പിന്നെ അത് പ്രത്യേകിച്ചായിട്ട് എൻ്റെ ഇത് തുറന്ന് പറയാണ്, കാണാറില്ല. കാര്യം അതൊരു കുറച്ച് നാളത്തേക്ക് വളരെ അത് നശിഞ്ഞു പോകുന്നതിൻ്റെ കയ്യിൽ. പക്ഷേ എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടത് തന്നെ. ഇനി വേറൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒത്തിരി കാലാവസ്ഥാ വ്യതിയാനങ്ങളിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കൂടുതൽ സംഭവിക്കുന്നുണ്ട്. നമ്മളറിയാതെ തന്നെ പല സസ്യങ്ങളും, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറയുകയുണ്ടായി, പലതും പുതിയത് നമുക്ക് കുറച്ച് വരുന്നുണ്ട്. അത് ഉപയോഗപ്രദമാണോ അല്ലെ നമുക്ക് ദോഷം ചെയ്യുമെന്ന് നമുക്കറിയില്ല, ഇനി അത് അനുഭവത്തിൽ അറിയണം. പലതും നശിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുയൽ ചെവിയൻ, തൊട്ടാവാടി, തുമ്പ, ഇങ്ങനെയുള്ള പല സസ്യങ്ങളും നമ്മളറിയാതെ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ട് കുറച്ച്, പക്ഷേ എണ്ണം കുറയാൻ തുടങ്ങി, പലയിടത്തും നാമാവശേഷമായി. ഓൾ ഇന്ത്യ ഞാൻ യാത്ര ചെയ്യാറുണ്ട്. ഇനി കേരളത്തിന് പുറത്ത് പോകാൻ പോവാണ്. എനിക്കൊരു ശ്രീലങ്കയിൽ നിന്ന് ഞാൻ പ്ലാന്റ് കളക്ട് ചെയ്തു. സിംസിബ എന്ന് പറഞ്ഞ ശ്രീലങ്കയിൽ നിന്ന് കളക്ട് ചെയ്തു. പിന്നെ കെപ്പൽ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട്, അത് പുറം രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ രാജാക്കന്മാർ മാത്രം ഉപയോഗിച്ചിരുന്ന സസ്യമാണ്, മരമാണത്. കേപ്പൽ എന്നും പറയാറുണ്ട്. കേപ്പൽ അതിങ്ങനത്തെ അതിൻ്റെ ഫ്ലവറോ കായോ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വേർപ്പിന് പോലും സെൻറ്റിൻ്റെ വാസനയാണ്. മനസ്സിലായോ? ഇതൊക്കെ സത്യമാണത്, കേട്ടതല്ലേ. അപ്പോൾ അത് കളക്ട് ചെയ്യുന്ന ഫോറിൻ സുഹൃത്ത് വഴി ഞാൻ കളക്ട് ചെയ്തു. അത് പണ്ട് നടാൻ പാടില്ലത്, ഒരു എന്താ പറയുക, കൊന്നുകളയും രാജാവ് ഷെയ്ക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ. അത് രാജകീയമായിട്ടുള്ള മരം അവർക്ക് സ്വകാര്യ സ്വത്താണ്. ഇന്നിപ്പോൾ എല്ലാ ഇടങ്ങളിലായി. അപ്പം അങ്ങനെയുള്ള കുറേ മരങ്ങളുണ്ട്, പുറത്തുനിന്നുള്ള കുറേ കളക്ഷനുണ്ട് പക്ഷേ നമ്മുടെ എന്താ പറയുക, എങ്ങനെ ഇപ്പം മാവ് കുറേ കളക്ഷനുണ്ട് എനിക്ക്. മാവ് നമ്മളുടെ മാങ്ങയൊക്കെ എന്ന് പറഞ്ഞാൽ ഫൈബറുണ്ട്, അതിന് ഞാരുള്ളതാണ്. പുറത്തെ മാവിന് ഫൈബറില്ല, കഴിക്കാൻ സുഖമാണ്, പക്ഷേ നമുക്ക് ശരീരത്തിന് അത്ര ഗുണപ്രദമല്ല. ഫൈബർ ഉണ്ടെങ്കിൽ നമുക്ക് ആഹാരം എന്താണെങ്കിലും ഉപയോഗമുള്ളൂ.
അങ്ങനെ കുറച്ച് നല്ല നല്ല പുറത്തെ കുറേ കളക്ഷനുണ്ട്. നമ്മളുടെ തനി നാടൻ അതിനെ വിട്ടിട്ടില്ല. അതിനൊക്കെ ഞാൻ ഇങ്ങനെ എന്താ പറയുക കെട്ടിപ്പിടിച്ച് ഇങ്ങനെ സംരക്ഷിച്ച് വരികയാണ്. അതിൽ ഓരോ ചെടിയുടെ യാത്രയിൽ നമുക്ക് എന്താ പറയുക ആ ചെടി കളക്ട് ചെയ്യുക ഒരുപാട് അനുഭവങ്ങളുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് പല പല തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ ആ അനുഭവത്തിൽ കൂടി എൻ്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ലക്ഷ്യം എപ്പോഴും എൻ്റെ മീൻസ് എനിക്ക് പ്രകൃതിയെ എന്നാൽ കഴിയുന്ന വിധം സംരക്ഷിക്കുക. അത് ചെടികളോ അല്ലെങ്കിൽ മരങ്ങളോ നട്ട് പരിപാലിച്ച്. അപ്പോൾ ആ ഇത് എന്താ പറയുക എൻ്റെ മുൻപിൽ അത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഈ ചെടികളെന്ന് പറഞ്ഞാൽ ശരിക്കും ജീവനുള്ളതാണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാമല്ലോ ജീവനുണ്ടായിരുന്നു. നമ്മളുടെ മാതിരിയെല്ലാം ചിന്തിക്കാനും അറിയാനും ഇതൊക്കെ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം ഈ ഒരു ചെടി നമ്മളെ ശരിക്കും പണ്ട് കാലങ്ങളിലൊക്കെ ഈ മരം വെട്ടുമ്പോഴും കമ്പ് മുറിക്കുമ്പോഴും അനുവാദം ചോദിക്കും. ഞാൻ ചോദിക്കാറുണ്ട്. ആ ശ്ലോകം ഞാൻ ഒത്തിരി നടന്നിട്ട് ഞാൻ അത് വാങ്ങിച്ച് അതിലൊരു തെറ്റുമില്ല. നമ്മൾ ഒരു അനുവാദം, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ചെറിയൊരു കാര്യം പറയാം. എൻ്റെ പോക്കറ്റിലൊരു പേനരിയുണ്ട്, ഒരു പേന. മനസ്സിലായോ? അത് എഴുതാനോ ഒപ്പിടാനോ എന്താവശ്യത്തിന് ചോദിച്ചാൽ കൊടുക്കും ഞാൻ. ചോദിക്കാതെ ഒരു ആളെടുത്താൽ നമ്മളിലുണ്ടാകുന്നൊരു വികാരം അതൊക്കെ ചോദിക്കാൻ പറ്റും. സിമ്പിൾ. ആ പേന ഒന്ന് തരുമോ അല്ലെങ്കിൽ തന്നോട്ടെ. അപ്പോൾ ആ ചോദിക്കുന്ന അതല്ല, ഇത് പേന എടുക്കുന്ന പോലെയല്ല. നമ്മളതിൻ്റെ ഒരു ഭാഗം ഒടിച്ചെടുക്കുകയോ കമ്പൊടിക്കുകയോ അല്ലെങ്കിൽ ചെയ്യണമെങ്കിൽ ആ ജീവനുള്ള ഇതോടുകൂടി അനുവാദം ചോദിക്കണം എന്ന് തന്നെ പറയുന്നത്. കാരണം പണ്ട് കാലങ്ങളിലേക്ക് മരം മുറിക്കുമ്പോൾ തച്ചന്മാർ പറയും, അത് ശ്ലോകം ചൊല്ലി അനുവാദം ചോദിക്കും. ഒരു മരം മുറിക്കുമ്പോൾ മരത്തോട് മാത്രമല്ല അതിൽ വസിക്കുന്ന പക്ഷിമൃഗാദികളുണ്ട് പലതും. അവരോട് നേരത്തെ അനുവാദം മേടിച്ച് അവരോട് മാറാൻ പറയും ശ്ലോകം. അപ്പോൾ ചോദിക്കും മാറുമെന്ന്. മാറിയ ചരിത്രങ്ങളുണ്ട്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഞാൻ എല്ലാ എക്സിബിഷനിലും മറ്റേ കാർഷിക മേളയ്ക്കും പങ്കെടുക്കുന്ന ആളാണ്. എല്ലാ ഇതിലും വൈഗ അതിന് പോലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൃശ്ശൂർ ഒരുമാതിരി ദൂരം ഞാൻ താണ്ടി പോകാറുണ്ട്. അപ്പോൾ ഈ ചെടികൾ ചട്ടിയിൽ കൊണ്ട് അവിടെ വയ്ക്കും. അതിൻ്റെ ചെറിയ ബോർഡും ഉണ്ടാവും, ഇന്ന ചെടി ഇന്ന ഉപയോഗം, സയൻറ്റിഫിക് നെയിം, ഫാമിലി. മനസ്സിലായി? പെട്ടെന്നൊരു ഉച്ച നേരത്തെ എനിക്ക് അവിടെ എത്തിപ്പെടണം എന്നൊരു തോന്നൽ. മനസ്സിലായോ? എങ്ങനെയെങ്കിലും അവിടെ ചെല്ലണം, എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടണം. മനസ്സിലായി? അവിടെ ചെല്ലുമ്പോൾ കാണുന്നത്, അപ്പോൾ വൈഫ് എന്നോട് പറയും വൈകുന്നേരം ഒരു 4 മണി 5 മണി നട്ട് വെയിലത്തൊക്കെ പോകണമെന്ന്. ഞാൻ പറയില്ല, ഞാൻ പെട്ടെന്ന് പോയി വരാം. അവിടെ ചെല്ലുമ്പോൾ ഒരു 5-6 ചെടി നനച്ചിട്ടുണ്ടാവില്ല, വാടി നിൽക്കുകയാണ്. ഈ ടെലിപ്പതി അല്ലേ, പണ്ട് ഇപ്പോഴും ഉണ്ടല്ലോ, അത് ഇല്ലേ? ഉണ്ട്. നമുക്കറിയില്ല, നമ്മളത് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ ചെടി ഞാൻ പരിപാലിക്കുന്ന, ഞാൻ ആ ഡെയിലി വെള്ളം കൊടുക്കുന്നതാണല്ലോ. അതിന് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചില ചെടികൾക്ക് വെള്ളം കുറച്ച് മതി, ചിലതിന് കൂടുതൽ വേണം. ഈ തോട്ടം നനയ്ക്കുന്നവരാണല്ലോ കൂടുതലാവില്ല. അവർക്ക് ഈ മെഡിസിനൽ പ്ലാന്റ് വെള്ളത്തിൻ്റെ അളവൊന്നും അറിയില്ല, ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ ഈ വാടി നിൽക്കുന്ന ചെടി എന്നെ തോണ്ടി വിളിക്കാൻ പറ്റുമോ? അത് എന്നോട് സംസാരിക്കുകയാണ്, ഞാൻ അവിടെ ചെല്ലണം, അല്ലെങ്കിൽ അത് നശിഞ്ഞു പോവും. അതൊക്കെ സത്യം. ഈ ടെലിപ്പതി എന്ന് പറഞ്ഞ സംഭവമില്ലേ, ഉണ്ട്. ഇന്ന് നമ്മളത് നിസ്സാര കാര്യം പറയും. ഇപ്പോൾ ടെലിഫോൺ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ 2-3 ഉണ്ട്. ഇപ്പോൾ ഞാനും വാങ്ങിച്ചു വെച്ചു. പണ്ടൊക്കെ ലാൻഡ് ഫോണാണ്, അതും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവം വന്നതോടുകൂടി, ഇപ്പോൾ പണ്ട് തുടക്കത്തിലൊക്കെ ലാൻഡ് ഫോണുള്ളപ്പോൾ നമുക്കൊരു 10, 15, 20 നമ്പറെങ്കിലും ബൈ ഹാർട്ടായിരുന്നു ഓരോ വ്യക്തിക്കും. ഇപ്പോൾ സ്വന്തം നമ്പർ അറിയാമോ? അതേ ആൾക്കാരെല്ലാം നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ മാത്രമേ അറിയാൻ പാടുള്ളൂ. ഞാൻ 20-30 നമ്പർ വരെ 3000-10,000 ചെടിയുടെ നമ്പർ ഓർക്കുന്ന ആൾ അതെന്തുകൊണ്ട് ഓർക്കുന്നില്ല? കാരണം എനിക്കത് ആവശ്യമായിട്ട് തോന്നില്ല. ആവശ്യമില്ല. വെറുതെ ഒരു വിരലിങ്ങനെ കുത്തേണ്ട സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ഓർമ്മ അത് നടക്കേണ്ടല്ലോ. അത് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയിലും ഓർമ്മ, എനിക്ക് തോന്നുന്നു ശാസ്ത്രം വളരുന്തോറും വളരണ്ട എന്നുള്ളതല്ല, നമ്മളുടെ ബുദ്ധി അവസാനം ഭക്ഷണം കഴിക്കാൻ മാത്രമായി നമ്മൾ മാറുമെന്നുള്ളതാണ് മനുഷ്യൻ. ഇപ്പോഴും എൻ്റെ ചെടികൾ ഞാൻ അവകാശപ്പെടുന്ന, ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്, ഞാൻ പരിപാലിക്കുന്ന. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് എല്ലാം എൻ്റെ തന്നെ. മനസ്സിലായി? കോട്ടയത്തുള്ള ചെടി എൻ്റെയാണ്. അപ്പോൾ ആ ചെടിക്ക് വരുന്ന മാറ്റങ്ങൾ ഞാനറിയാതെ തന്നെ ഞാൻ അറിയുന്നുണ്ട്. ഞാനറിയാതെ എന്ന് പറഞ്ഞാൽ അതിന് വെള്ളം പോരാന്നുള്ളതിൽ വെള്ളത്തിൻ്റെ അളവ്, പിന്നെന്താ പറയുക, പിന്നെ ചെടികളോട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്,
നമുക്ക് സംസാരിക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഒരേ മാതിരിയുള്ള 2 ചെടികൾ എടുക്കുക, മുളകോ എന്താ നമുക്കിഷ്ടമുള്ള ചെടി, തക്കാളിയോ എന്തെങ്കിലും, ഒരേ വലിപ്പം, ഒരേ വളർച്ച, ഒരേ തരത്തിലുള്ള ചട്ടികൾ എടുക്കുക, ഒരേ തരത്തിൽ അതിന് വളവും മണ്ണും നൽകുക, മനസ്സിലായോ? നടുക, വെള്ളം ഒഴിക്കുക. പിറ്റേ ദിവസം മുതൽ ഒരു ചെടിയോട് മാത്രം സംസാരിക്കുക, 2 ദിക്കിലായിട്ട് വയ്ക്കുക, ഒരേ വലിപ്പം, ഒരേ വളർച്ച, ഒരേ തരത്തിലുള്ള വെള്ളം, എല്ലാം ഒരേ മാതിരിയുള്ളത്, ഒരു മാറ്റവും വരുത്തണ്ട. എന്നിട്ട് ഒരു ചെടിയോട് പറയുക, എന്താ ഞാൻ തരുന്ന വെള്ളം പോലെ, അല്ലെങ്കിൽ ഇത് നമുക്ക് പരീക്ഷ നോക്കാം, അല്ലെങ്കിൽ ഇത് പോരെ എന്നുള്ളത്. നമുക്ക് തമാശയായിട്ട് ചെയ്യാമെന്നുള്ളത് സിമ്പിളല്ലേ, നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ ചെയ്ത് നോക്കിയ ആളാണ്. എന്താ വളരാത്തെ വെക്കുന്നത്, എനിക്ക് ഇതിൻ്റെ കിട്ടുമോ പെട്ടെന്ന്. മറ്റേ ആൾ ഇത് വെള്ളം ഒഴിക്കുന്നതൊക്കെ അതിന് സമം ഒഴിക്കുക, അയാളെ വേറെ വർത്താനമൊന്നുമില്ല, വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് പോരുക, വേറെ ഒന്നും നോക്കരുത്, മനസ്സിലായോ? ഒരു 2 ആഴ്ച, ഒരു 20-25 ദിവസം കഴിയുമ്പോൾ ആ മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാം. എന്താ സംഭവം? ഒരേമാതിരി വളം കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ അനുഭവങ്ങളാണ്. ഞാനിതെല്ലാം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്, മനസ്സിലായോ? അപ്പം അതിനോട് നമ്മൾ, അതായത് കർഷക ഭാഷയിൽ പറയുകയാണെങ്കിൽ, ചെടികളെ നട്ട് വളം ചെയ്യുന്നതിനുപരി അത് പരിപാലിക്കുന്ന, നമ്മൾ ഉടമസ്ഥൻ എന്ന് പറയാം നല്ല ഭാഷയിൽ, ഉടമസ്ഥൻ, മനസ്സിലായി? അവകാശം അയാൾക്കാണല്ലോ. ഇന്ന് അവകാശികൾ പലതരത്തിലും, അത് പോട്ടെ. അപ്പോൾ ആ സമ്പർക്കം, ആ ചെടിയായിട്ടുള്ള സമ്പർക്കം കൊണ്ടാണ് കൂടുതൽ ചെടി നന്നാകുന്നത്. 2 കാരണമുണ്ട് കേട്ടോ, അതിൽ സയൻസും കൊടുത്തിരിപ്പുണ്ട്. നമ്മളതിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടത് എന്താ? ഓക്സിജൻ, ചെടി കാർബൺ ഡൈ, ആ പരിപാടി അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. സയൻസുണ്ട്, മനസ്സിലായോ? എന്നാൽ അതിനേക്കാൾ ഏറെ പലതും ഒളിഞ്ഞ് കിടപ്പുണ്ട്, ഇനി അറിയപ്പെടാത്ത ഒത്തിരി കാര്യങ്ങൾ. അങ്ങനെ എടുത്ത് പറയാം. ഞാൻ മറ്റേ മാനന്തവാടി ആ ഭാഗം ഫോറസ്റ്റിലൊക്കെ മൊത്തം എൻ്റെ സുഹൃത്തുക്കൾ അവരുടെ കൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പലരും എന്നെ വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെ കമത്തെ നമുക്ക് പോവാം, നമുക്ക് കുറച്ച് നടാനായിട്ട് കളക്ട് ചെയ്യാം. അപ്പോൾ എനിക്കും അതിൽ നിന്ന് ചെടികൾ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിരാശയില്ലല്ലോ, ഒരു പ്രാവശ്യം അടുത്തതിൽ ഒന്നും കൂടി ഊന്നലോടുകൂടി ചെല്ലും, അത് കളക്ട് ചെയ്യും. നിരാശ അങ്ങനെ ബാധിച്ചിട്ടില്ല എനിക്ക് എന്താ അറിയില്ല, നിരാശ എന്ന് തോന്നിയിട്ടില്ല. ഒരു ചെടി കിട്ടാതെ വന്നാൽ അടുത്ത നെക്സ്റ്റ് 1-2 കളക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഇടയിൽ എടുത്ത് പറയാം, നാരകം നടാൻ പാടില്ല എന്നുള്ളൊരു ചൊല്ലുണ്ട്. ചെറുനാരങ്ങ ഒരു പ്രശ്നമില്ല, ഞാനത് നട്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ചെമ്പകം നടില്ല. ചെമ്പകം നട്ട് കഴിഞ്ഞാൽ പെരക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ കാരണം പ്രായമുള്ള ആൾ മരിക്കും എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട് എനിക്കതിന് മറുപടി, ഇപ്പോൾ അഷ്ടാംഗഹൃദയം, ചരകസംഹിത, ഇത് താളിയോലയൊക്കെയുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊന്നും ഇതിനെപ്പറ്റി, ശരിക്കും ചെമ്പകം എന്ന് പറഞ്ഞാൽ കാതലില്ലാത്ത മരമാണ്, പെട്ടെന്ന് ഒടിയാൻ സാധ്യതയുള്ള മരമാണ്. ഈ പെരക്ക് മുകളിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയ മരമാണല്ലോ, ചെറിയ കമ്പ് ഒടിഞ്ഞ് വീണാൽ ആരും മരിക്കില്ല. അപ്പോൾ വലിയ മരമായി കഴിഞ്ഞാൽ പെരക്ക് മുകളിൽ ഒരുമാതിരി സാമാന്യം മുഴുപ്പുള്ള മരമായി, അത് വീണാൽ അതിൻ്റെ ചുവട്ടിലുള്ള ആൾ മരിക്കും എന്നുള്ളത് സത്യമാണ്. അത് അന്നും ഇന്നും എപ്പോഴും. അപ്പോൾ പണ്ട് കാലങ്ങളിൽ എൻ്റെ നിഗമനമാണ്, ഞാനിതിനെ ഒരുപാട് ഇങ്ങനെ പഠിച്ച പുസ്തകങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഒരു നിഗമനത്തിലെത്തി, എൻ്റെ തോന്നലായിരിക്കാം, എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ വീടുകളാണ്, ഒന്ന് വാർക്ക കെട്ടിടോ അങ്ങനെയൊന്നുമില്ല, ചെറിയ ഓലപ്പര, ചെറിയ ഓടിട്ടത്. അതിൻ്റെ മുകളിൽ സ്വാഭാവികമായിട്ട് ഈ മരം ഒടിഞ്ഞ് വീണാൽ അന്ന് എന്താ പറയുക, കാർഷിക വൃത്തിയിൽ ജീവിക്കുന്ന വിഭാഗമാണ് 99%, ഈ കൃഷിയും കാര്യങ്ങളും. അപ്പം ഈ റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് കാരുന്നൊരു പ്രായമുള്ള ആളാണല്ലോ കൂടുതൽ നേരം വീടിൻ്റെ അകത്തുണ്ടാകുക. ഈ മരം ഒടിഞ്ഞ് വീണാൽ എപ്പോഴും മരിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കളിതമാശയായിട്ട് പറയാം, പക്ഷേ ഈ മരം എന്ത് പിഴച്ചു എന്നാണ്. അപ്പോൾ ഈ മരം ഞാൻ നട്ടിട്ടുണ്ട്, എൻ്റെ പെരക്ക് മുകളിലെത്തി. അതുമാതിരിയാണ് നമ്മുടെ കടച്ചക്ക നട്ടു കഴിഞ്ഞാൽ കടം വന്ന് ആൾ മുടിയെന്ന് പറയുന്നത്. ഇവിടെ 7 മരങ്ങൾ ഞാൻ നട്ടിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, എൻ്റെ ജീവിതശൈലി കൊണ്ടായിരിക്കാം ചിലപ്പോൾ, എനിക്ക് അങ്ങനെ കൂടുതൽ ഭക്ഷണം കഴിക്കണം എന്നല്ലാതെ, ഇപ്പോൾ ടാറ്റയ്ക്ക് ബിർളയ്ക്കും കപ്പലുണ്ട് അല്ലെങ്കിൽ വിമാനമുണ്ട്, എനിക്കത് വേണം, അങ്ങനെ ഒരു തോന്നില്ല. യാത്ര ചെയ്യാൻ ഞാൻ സിമ്പിളായിട്ട് പറയണം.
അപ്പം എനിക്കങ്ങനെ തോന്നലില്ല, എനിക്ക് ജീവിക്കണം അത്രേ ഉള്ളൂ, മനസ്സിലായി. വിമാനത്തിലെ യാത്ര നമുക്ക് എല്ലാവർക്കും ചെയ്യാം ഇന്നത്തെ കാലത്ത്, കുറച്ച് പൈസ മുടക്കാം, അത് വിമാനം തന്നെ വിലക്കെടുക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പരിഹരിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഇന്നും ഒരാഴ്ചയിൽ അല്ലെ ഒരു ദിവസം പോലും, എല്ലാ ദിവസവും എന്ന് പറയാൻ വേണമെങ്കിൽ ഇപ്പോഴും കോള് വരാറുണ്ട്. അശോകം, നമ്മുടെ സീതാദേവി ദുഃഖിതയായിരുന്നിട്ടുള്ളതാണ്, അത് നടാൻ പാടില്ല. ഇത് ഞാൻ മൊത്തം നട്ടിട്ടുണ്ട്, 8-10 മരങ്ങളുണ്ട് അവിടെ. അശോകാരിഷ്ടം, അശോകഘൃതം. അശോകഘൃതം എന്നാൽ കുട്ടികളുണ്ടാകാൻ വേണ്ടി അശോകാരിഷ്ടം. അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്ത്രീ സംബന്ധമായിട്ടുള്ള മിക്ക അസുഖങ്ങൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ആ പാവം മരം നട്ടാൽ ഏതാണ്ട് ദുഃഖിതയായി പോകുന്നുള്ള. അശോകം, ശോകമില്ലാതാക്കുന്നത് വളരെ വ്യക്തമാണ്. അശോകം റൗണിയ ശിംശിബ, അശോകവനിയിൽ ശിംശിബ വൃക്ഷത്തിൻ്റെ അടിയിലാണ് സീതാദേവി ഇരിക്കുന്നത്. ശിംശിബ അതും ഇവിടെ ഞാൻ നട്ടുവളർത്തിയിട്ടുണ്ട്. ശിംശിബയ്ക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ഡയബറ്റിക്കിന് നല്ലതാണ്. പിന്നെ അതുകൂടാതെ ഓക്സിജൻ കൂടുതൽ പുറത്തോട്ട് തള്ളുന്നുണ്ട്. ശരിക്കും ഫൈക്കസ് അല്ലെങ്കിലും ഫൈക്കസിനേക്കാൾ ഉപരി അല്ലെങ്കിൽ നമ്മൾ താരതമ്യപ്പെടുത്തല്ല. അപ്പോൾ ആ സീതാദേവി, ഞാൻ അതിനെപ്പറ്റി ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പലരും. നിങ്ങളുടെ സീതാദേവി രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രകൃതി തന്ന മരമാണ് ആയിരിക്കാം. കാരണം സീതാദേവി എന്നുള്ള കഥാപാത്രം അന്ന് വേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. പ്രകൃതി ഒരു കഥാപാത്രമാണല്ലോ, ഈ ഓക്സിജൻ പുറത്തോട്ട് തള്ളും. അപ്പോൾ ഇങ്ങനെ ഒത്തിരി മരങ്ങൾ നടാൻ പാടില്ല, ചിലത് നടാം എന്ന് പറഞ്ഞൊരു അന്ധവിശ്വാസം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആ മരങ്ങളോട് എന്താ പറയുക, സാധാരണ ജനങ്ങളോട് പറയുന്നത് അതൊക്കെ എൻ്റെ അനുഭവത്തിൽ കൂടി ഇവിടെ ക്ലാസ്സുകൾ വയ്ക്കാറുണ്ട്. അപ്പോൾ ഞാനിത് കാണിച്ചു കൊടുക്കുകയാണ്, ഞാൻ വെറുതെ വാമൊഴിയല്ല, എൻ്റെ ജീവിതം കൊണ്ട് ഞാനിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, ഇത് നട്ട് പരിപാലിച്ച ആൾ. അതേമാതിരി ഇത് നടാൻ പാടില്ല, നമ്മുടെ കാനൻ ബോൾട്ട് നാഗലിംഗ മരം, മരമാണ്, വലിയ വൃക്ഷമാണ്. അത് വീടുകളിൽ നടാൻ പാടില്ല എന്നത് എന്നോട് ആദ്യം പലരും പറഞ്ഞിട്ടുണ്ട്, പല തിരുമേനിമാർ വരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തല്ല, അവർ പഠിച്ചതെന്ന്. അപ്പോൾ ഞാൻ നട്ടു, ഞാൻ ഏതായാലും പറിച്ചു കളയാം, എന്നോട് പറിച്ചു കളയാൻ വരെ പറഞ്ഞാണ്. ഞാൻ പറയാം ഞാൻ കളയില്ല, അവിടെ നിൽക്കട്ടെ, എന്താ സംഭവം എന്ന്. 18 മുതൽ 20 കിലോമീറ്റർ വരെ അന്തരീക്ഷം ശുദ്ധീകരിക്കുക മരം. അപ്പോൾ ഇങ്ങനെ ചില തെറ്റിദ്ധാരണകൾ, അത് ഞാൻ ഇങ്ങനെ ചൂണ്ടുകയല്ല. ഇവിടെ ഞങ്ങൾ ക്ലാസ് വയ്ക്കുമ്പോൾ ഈ മരങ്ങളെല്ലാം ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. അതെ, ഞാൻ ജീവനോടെ ഇത്ര വയസ്സായി, പ്രശ്നങ്ങളില്ല. അപ്പം ആൾക്കാരിൽ എന്താ പറയുക, ആ തെറ്റിദ്ധാരണ ഇതോട് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനൊരു 4:30 മണിക്ക് എഴുന്നേൽക്കുന്ന മനുഷ്യനാണ്. മുറ്റത്തൊക്കെ ആദ്യം നനച്ചിടും, പിന്നെ ബാക്കിയുള്ളതോട് പിന്നെ വെട്ടം ആകുമ്പോൾ പുറത്ത് മൊത്തം. ഇപ്പോൾ ഞങ്ങൾ തെങ്ങ്, കവുങ്ങ് അതിനുള്ള ഡ്രിപ്പ് ഇറിഗേഷനാണ്, ബാക്കി ഓസ് വെച്ച് നനക്കുകയാണ്. ഓസ് വെച്ച് നനക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസം, ഞാൻ ഗായത്രി ജപിക്കുന്ന ആളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോമയാഗമൊക്കെ നടത്തുന്ന തിരുമേനിമാർ ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവർ വന്നത് ഈ നാഗവള്ളി എന്നും പറഞ്ഞൊരു വള്ളിയുണ്ട് ഇവിടെ, ആ നാഗവള്ളി കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ അവർ 3-4 പേര് 7 മണിക്ക് മുൻപേ കുളിച്ച് വൃത്തിയായിട്ട് ഇവിടെ വന്നു. അതിൽ ഒരാളെ ഞാൻ അറിയുമായിരുന്നു, എന്താ സംഭവം എന്ന് എനിക്കും പറ്റത്തില്ല. രാവിലെ ഇവർ മന്ത്രം ചൊല്ലിയാണ് വരുന്നത്, ഗേറ്റ് തുറന്ന് മന്ത്രം ചൊല്ലി വന്നു. എന്നിട്ട് എന്നോട് അനുവാദം ചോദിച്ചൊന്ന് തൊഴണം. ഞാൻ പറഞ്ഞു അതിനെന്താ ചോദിക്കാൻ, പക്ഷേ വീട്ടുകാരനിലേക്ക് സാമാന്യ മര്യാദയാണല്ലോ. ഞാൻ പറഞ്ഞു എന്ത് വേണമെങ്കിൽ അവർ പൂജിച്ച് ആ ശ്ലോകം ചൊല്ലി. അപ്പോൾ ഞാനും വല്ലാതെയായി ആ ഒരു മന്ത്രോച്ചാരണം. അപ്പോൾ ഇവർ പറയുന്നത് പല യാഗങ്ങൾക്കും ഉപയോഗിക്കുന്ന വള്ളിയാണ്, ശുദ്ധമായിരിക്കണം, ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ അത് വളരുള്ളൂ എന്നാണ്. ശുദ്ധി എന്ന് പറഞ്ഞാൽ അത് സത്യമാണ് അവർ പറഞ്ഞത്. നമ്മൾ ദേഹശുദ്ധിയിലേക്കാളേറെ മനഃശുദ്ധിയാണ് എൻ്റെ അനുഭവം വെച്ച് പറയുന്നത്. ദേഹശുദ്ധി വേണം, മനസ്സിലായോ? പക്ഷേ അതിനേക്കാൾ ഏറെ ആദ്യം വേണ്ടത് നമുക്ക് മനഃശുദ്ധിയാണ്. ഞാൻ പറയും അത് ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് വളരില്ല എന്നൊക്കെ അവർ കുറേ പറഞ്ഞ്, അങ്ങനെ കുറേ അനുഭവങ്ങളാണത്. കാരണം അവർ ആ മന്ത്രോച്ചാരണം കേട്ടപ്പോൾ അവർ പറയുന്നത്, അതിലൊരാൾ എന്നോട്, ഞാൻ ഇവിടെ നട്ടു വളർത്തി വലുതായി ഞാൻ ശ്രദ്ധിക്കാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത് പൂക്കും, ഇത് നന്നായിട്ട് മൊത്തം പൂക്കുമ്പോൾ ഈ നാഗം ചീറ്റുന്ന മാതിരി ശബ്ദം ഉണ്ടാവും, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അതിന് പൂക്കുമ്പോൾ ശ്രദ്ധിച്ചു, സംഭവം ശരിയാണ്. അത് പൂത്ത് കഴിഞ്ഞപ്പോൾ വളരെ ഇത് നാഗം ചീറ്റുന്ന മാതിരി ഒരു ശബ്ദം ഉണ്ടാകുന്നുണ്ട്, മനസ്സിലായോ? അത് അന്തരീക്ഷ ശുദ്ധീകരണം. നാഗം അറിയാമല്ലോ, നാഗത്തിനെ പറ്റി നാക്ക് പുറത്തേക്കിടുന്നത് ഒന്ന് അതിൻ്റെ ചലനങ്ങൾ അറിയാനും, അതേമാതിരി എന്താ പറയുക, അവർക്ക് ചെവി കേൾക്കുമ്പോൾ കണ്ണു കാണില്ല, ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഈ നാക്കിടയ്ക്കിടയ്ക്ക് അതിൻ്റെ അന്തരീക്ഷത്തിൻ്റെ ചലനം മനസ്സിലാക്കാനാണെന്ന് പറയുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ അന്തരീക്ഷം അത് ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തെ പറ്റി.
അന്തരീക്ഷം ശുദ്ധീകരിച്ച് അതിൽ വിഷാംശമുള്ളത് വലിച്ചെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. സത്യമല്ലെന്ന് എനിക്ക് ഞാനതിൽ നിഗമനത്തിൽ ഇപ്പോൾ ഞാനും അതിനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അക്കേഷ്യ അല്ലേ, അക്കേഷ്യ മരമാണല്ലോ അത് പാവം, പക്ഷേ അതിനുള്ള സ്വഭാവം ഭൂഗർഭജലം വലിച്ചെടുക്കുക. ഭൂഗർഭജലം മൊത്തം വലിച്ച് ഡ്രൈ ആക്കി കളയും, വനഭൂമിയാക്കും. അത് പ്രകൃതി തന്നെ അതിന് കൊടുത്തിട്ടുണ്ട് കൂടുതൽ വളരാതിരിക്കാൻ. അത് നേരിട്ട് ആ സീഡ് മുളയ്ക്കില്ല, ചൂടുവെള്ളത്തിലിടണം. ചൂടുവെള്ളത്തിലിട്ടാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പക്ഷികൾ ഭക്ഷിച്ചാലേ അത് മുളയ്ക്കുള്ളൂ. ഇപ്പം നമ്മുടെ ഇടയിൽ പലതും എരുമപ്പാവയ്ക്ക പോലെയുള്ള സീഡൊക്കെ ഉണ്ട്, അതൊക്കെ നേരിട്ട് മുളപ്പിക്കാൻ പറ്റില്ല, പക്ഷികൾ വിസർജിച്ചാലേ അത്. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ ഈ വേണ്ടാത്ത മരം നമ്മൾ ലക്ഷങ്ങൾ മുടക്കി തിളപ്പിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വഴിയരികിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ ഒന്നാമത്തെ പ്രശ്നം ഈ ഭൂഗർഭജലം വലിച്ചെടുത്ത് നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുക. രണ്ടാമത്തത് ആസ്മാ രോഗികൾക്ക് ഇത് പൂത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, വലിവ് ഉള്ളവർക്ക്. അങ്ങനെ പ്രകൃതി അതേമാതിരി ഗുണപ്രദമായിട്ടുള്ള അത് ദോഷം എന്തെങ്കിലും ഇനി വേറെ ഗുണങ്ങളുണ്ടായിരിക്കും, എനിക്കറിയില്ല, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല. എലന്തപ്പഴം എന്ന് പറഞ്ഞ മരമുണ്ട്, എലന്തപ്പഴം തമിഴ്നാട്ടിലാണ് കൂടുതൽ. എലന്തപ്പഴം നട്ട് കഴിഞ്ഞാൽ ഇടത്തരം മരം എന്ന് പറയാൻ പറ്റില്ല, ഒരു കുറ്റി ഇടത്തരം. അത് ഭൂഗർഭജലം 6 മീറ്റർ വരെ മേലോട്ട് കൊണ്ടുവരും. അങ്ങനെ ഓരോ മരങ്ങളെടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഒന്നും എഴുതി തള്ളാൻ പറ്റില്ല. ഒത്തിരി ഉപകാരങ്ങളുള്ള മരങ്ങളുണ്ട് നമുക്ക്. പക്ഷെ നമുക്കതിന് നേരമില്ല, നമുക്ക് വെട്ടിക്കളയാൻ ഹാപ്പി, നമുക്കൊരു വീട് വയ്ക്കണം, ആ മുമ്പിൽ ആ മരം പാടില്ല. അത് പക്ഷെ മുമ്പിൽ മരം വേണം. അപ്പോൾ ആദ്യകാലം ഞാൻ ചെയ്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ പെരവാസം അതുപോലെയുള്ള സംഭവങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ ഓരോ ചെടികൾ കൊണ്ടേ കൊടുക്കും. മനസ്സിലായി? ഇതൊക്കെ അനുഭവമാണ് പറയുന്നത്. ഒരു മരം ചെറിയ വീടൊക്കെയാണ് 10 സെൻറ്റ്, അവന് ഒരു ആൽമരമൊന്നും കൊടുത്തിട്ടില്ല, ചാമ്പ പേര പോലെയുള്ള. അപ്പം ഓരോരുത്തർ വലിയ ഇതായിട്ട് കൊണ്ട് പ്രസൻറ്റേഷൻ കൊടുക്കുമ്പോൾ ഞാനും നാണിച്ചിട്ടുണ്ട്, ഈ ചെടി ഒരെണ്ണം. മനസ്സിലായി? പക്ഷേ ഇന്നതൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട് അത് കാവലമായിട്ട്. അപ്പോൾ പ്രകൃതിയെ മാക്സിമം എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, പ്രകൃതിയെ നമുക്ക് എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വെട്ടിക്കളയല്ലല്ലോ, സംരക്ഷിക്കുക. അടുത്ത തലമുറ നമുക്ക് വേണ്ട ആരോഗ്യത്തോടുകൂടി, അതാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ അടുത്ത തലമുറ. അവർക്ക് കുറച്ച് 1 ഏക്കർ സ്ഥലം അല്ലെങ്കിൽ 10 സെൻറ്റ് നല്ലൊരു വീടും കൊടുത്തുകൊണ്ട് കാര്യമില്ല, ഓക്സിജനും വേണ്ടേ. അപ്പോൾ അവർക്കും ഇതിനുള്ളൊരു പ്രോത്സാഹനം നമ്മളെ കൊണ്ട് പ്രോത്സാഹനം അതിനുള്ള താല്പര്യം വരുത്താൻ മാക്സിമം ഓരോ വ്യക്തിയും ശ്രമിക്കുക. മനസ്സിൽ വളരെ സന്തോഷമുണ്ട്, കാരണം ഈ മരങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട പക്ഷിമൃഗാദികളുണ്ട്, ജീവജാലങ്ങൾ, ഒത്തിരി ജീവജാലങ്ങളുണ്ട്. ഞാൻ മുറ്റം മാത്രമേ അടിച്ചിടാറുള്ളൂ, ബാക്കി കാട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇലകൾ കത്തിക്കുക മറ്റൊന്നുമില്ല. അതിൽ ഒത്തിരി ജീവജാലങ്ങൾ വളർന്നു വരുന്നുണ്ട്. പിന്നെ ഒത്തിരി പക്ഷികളുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ചെന്നറിയാം, നമുക്ക് തെങ്ങുകളിൽ തത്ത, മൈന, അതൊക്കെ വിഭാഗം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇവിടെ തെങ്ങുകൾ ഇപ്പം 5-6 തെങ്ങുകൾ, തലപോയ തെങ്ങുകളൊന്നും ഞാൻ വെട്ടിമാറ്റില്ല. അത് എനിക്ക് കൃഷിഭവനിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2000 രൂപ ഒരു തെങ്ങിന് വെച്ച് കിട്ടും. ഇപ്പം 5 തെങ്ങ് കൊടുത്താൽ 10 മനസ്സിലായോ? ഞാൻ കാശിന് വില കുറച്ച് കാണുകയല്ല, പക്ഷേ അതിൽ ഓരോ തെങ്ങിലും ഒത്തിരി തത്ത, മൈന, മാടത്ത അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ കൂടുകുട്ടി, മരം കുത്തി പച്ചില കൊടുക്കുക, മനസ്സിലായോ? അങ്ങനെ ഒത്തിരി കിളികളുണ്ട്, ഇവിടെ ഉണ്ട് നമ്മുടെ പറമ്പിൽ. അപ്പം ഞാൻ അപ്പം ഇവിടെ AD പല പ്രാവശ്യം ഇവിടെ വരാറുണ്ട്, തോട്ടം ഇടയ്ക്ക് പുതിയ ചാർജ് എടുക്കുമ്പോൾ ഇവിടെ വന്ന് തോട്ടം സന്ദർശിക്കാറുണ്ട്. ഒരു തവണ ഇവർ വന്നപ്പോൾ ഈ തല പോയി ഇങ്ങനെ തെങ്ങ് നിൽക്കണം, അപ്പോൾ പുഴു ഉണ്ടാവുമല്ലോ. അപ്പം അവർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ തലപോയ തെങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ അതിൽ പുഴുക്കളുണ്ടാവും, അപ്പോൾ ചെല്ലി ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള തെങ്ങിനൊക്കെ ഉപദ്രവമാണ്, തെങ്ങുകൾ കളയും. ഭാഗ്യം പോലെ പ്രകൃതി തന്നെ കാത്തു. ആ സമയത്ത് വന്നിട്ട് ഒരു മരം കുത്തി വന്നിട്ട് ഇങ്ങനെ ടക്കടക്കാന്ന് കുത്തി. ശരിക്കും അവർ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. അവർ പറഞ്ഞു, മേഡം ഇത് ഈ ജീവിക്ക് പുഴു വേണം, മനസ്സിലായി? അതിന് ജീവിക്കാനുള്ളൊരു വകുപ്പ്. പിന്നെ അപ്പോൾ അത് അതിന് വീട്ടിൽ പുഴുക്കളൊക്കെ അതിന് തിന്നും, മനസ്സിലായോ? അവർ പുഴു ആഹാരമാണ്. അത് പുഴു തിന്നുന്നത് കൂടാതെ ബാക്കിയുള്ള കിളികൾക്കൊരു വീടുണ്ടാക്കി കൊടുക്കുകയാണ്. ആ ദ്വാരം ഉണ്ടാക്കുമ്പോൾ അതിൽ പറഞ്ഞ തത്തകളൊക്കെ മുട്ടയിടും. ഇത് കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ അടുത്ത തെങ്ങിൽ ഈ തത്ത
ഈ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുകയാണ്. അവസാനം AD പറഞ്ഞു, ഞാൻ പറഞ്ഞ് ഒന്ന് ചീഞ്ഞാൽ ഒന്നിന് വളമാണ്, നമ്മുടെ പ്രകൃതി നിയമമാണത്. എന്ന് വെച്ചാൽ ഒത്തിരി ഉപദ്രവകാരിയാണ്, നമ്മളത് നിയന്ത്രണം വയ്ക്കണം. അപ്പോൾ ഇതുങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ നഗരം ആയിക്കഴിഞ്ഞാൽ ഫ്ലാറ്റുകൾ, മറ്റേ തെങ്ങൊക്കെ തല പോയി ഒട്ടും നിർത്താൻ സമ്മതിക്കില്ല. അപ്പം ഈ കിളികൾ, പിന്നെ ഇവിടെ റംബൂട്ടാൻ പോലെയുള്ള മരങ്ങളുണ്ട്, ഫ്രൂട്ട്സ് ഒത്തിരി ഉണ്ട്, മനസ്സിലായോ. ഞങ്ങൾ നെറ്റൊന്നും ഇടാറില്ല, അത്യാവശ്യത്തിന് പറിക്കും. ചാമ്പ തന്നെ ഒരു 8-10 വെറൈറ്റി ഉണ്ട്. അതുണ്ടാകുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ പറിക്കും, ആവശ്യത്തിന് എടുക്കും, ബാക്കിയുള്ളത് എടുപ്പിക്കില്ല. ആവശ്യമുള്ളത് പറിക്കുക, ബാക്കിയുള്ളത് കിളികൾ തിന്ന് പോവുകയാണ്. അവർ വിട്ടത് ഇപ്പോൾ ഇത് കണ്ടില്ല, ആ ചിലയ്ക്കുന്ന കിളികൾ. പല സ്ഥലത്തും വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുളവും ഇതൊക്കെ ഉണ്ടെങ്കിലും അവരുടെ സൗകര്യത്തിന് വേണ്ടി കുളിക്കാനും കുടിക്കാനും വേണ്ടി ചെറിയ ചെറിയ ചട്ടിയിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ഒത്തിരി കിളികളുണ്ട്, പിന്നെ ബട്ടർഫ്ലൈ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മറ്റേ ഇതുണ്ട്, മറ്റേ കൊളക്കോഴി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, മനുഷ്യനെ കണ്ട പറന്നും മാറും. ഇപ്പോൾ ടൗണിൽ ഇവിടെ മാത്രമേ ഉള്ളൂന്നുണ്ട്, 2 എണ്ണം. ഇതിനകത്ത് എത്ര നാളത്തേക്ക് ഉണ്ടാവും. 2 കൊളക്കോഴിയുണ്ട്. പിന്നെ വെള്ളി മൂങ്ങയൊക്കെ ഈ നാഗലിംഗ മരത്തിൽ വന്നിരിക്കാറുണ്ട്. ഒരെണ്ണം കാക്ക കൊത്തിയിട്ടിട്ട് ഞാൻ അതിനെ ഒരു 1.5 മാസത്തോളം ശുശ്രൂഷിച്ച് വിട്ടിട്ടുണ്ട്. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം, വെള്ളിമൂങ്ങ. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. പിന്നെ ഇതുണ്ട്, വവ്വാലുണ്ട്. പിന്നെ എറിച്ചിലെന്ന് പറഞ്ഞത്, ഇതാ ഈ പനയുടെ ഓലയുടെ മൊത്തം എറിച്ചില്ല, അത് അനയ്ക്കുക 100 കണക്കിന് എറിച്ചിലാണ്. അവരൊക്കെ അതിങ്ങനെ സൗകര്യമായിട്ട് വന്ന്. അപ്പോൾ അവർക്ക് മനുഷ്യൻ മാത്രമല്ല, നമ്മൾ അതിലേറ്റവും താഴെയെന്നേ ഞാൻ പറയുള്ളൂ. അവകാശികൾ വേറെ ഉണ്ട്. അപ്പം മാക്സിമം എല്ലാം ഞാൻ ചെയ്തു എന്നുള്ള അവകാശപ്പെടുകയല്ല, എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പുതുതലമുറയോട് പറയാനുള്ളത്, മരങ്ങളെ സ്നേഹിക്കുക. മരങ്ങൾ, മനസ്സിലായോ. മരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ, പ്രപഞ്ച നിലനിൽപ്പിന് ഇത് വേണം. ഈ മനുഷ്യ സമൂഹം എന്താ പറയുക, ഇല്ലാതായതുകൊണ്ട് പ്രകൃതി നശിക്കാൻ പോകുന്നില്ല. പ്രകൃതി ഒന്നും കൂടി തഴച്ച് വളരും. നമ്മളാണ് വെട്ടി നശിപ്പിക്കുന്നത്. അതിനകത്ത് പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനില്ല. അപ്പോൾ ഓരോ ജീവജാലങ്ങളെയും ഒന്നിനൊന്നായിട്ട് ഏതെങ്കിലും, ഇപ്പം എല്ലാ സസ്യങ്ങളിലും അതിന് ഉപകാരപ്രദമായിട്ടുള്ള പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ആനവരട്ടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഉൾക്കാടുകളിൽ കാണുന്നതാണ്, എൻ്റെ ശേഖരത്തിലുണ്ടത്. അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ, അത് വെറുതെ തൊട്ട് കഴിഞ്ഞാൽ 2 മാസം വരെ പനിച്ച് കിടക്കാം. നമ്മൾ ചൊറിഞ്ഞണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ മാന്തി ചൊറിഞ്ഞണം. പിന്നെ കൊടിത്തുവ, അതിലും കുറച്ചും കൂടി ക്യാമനാണ്, ചെറിയ വള്ളിയായിട്ട് കൊടിത്തുവ. അതിനേക്കാൾ എത്രയോ ഇരട്ടി ആന പോലും ഇതിൻ്റെ അടുത്തോട്ട് ചെല്ലില്ല. അങ്ങനെയാണ് ആ പേര് വന്നത് തന്നെ, മനസ്സിലായോ, ആനവരട്ടി. അതും എൻ്റെ ശേഖരത്തിൽ അതേമാതിരി പല സസ്യങ്ങൾക്കും ഇപ്പോൾ നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ ഇതുണ്ടല്ലോ, അരളി വളരെ വിഷമുള്ള ഇതാണ്. അതിൻ്റെ മഞ്ഞയാണെങ്കിൽ കുറച്ച് വിഷം കൂടും. കായ അതിനാണ് ഏറ്റവും കൂടുതൽ വിഷം. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഇത് ഇപ്പോഴും വളർത്തില്ല. കാരണം കുടുംബ വഴക്കുണ്ടായ ആളുടെ ഈ പെണ്ണുങ്ങളിത് അരച്ച് കഴിക്കും, അങ്ങനെ മരണപ്പെടും എന്നാണ് സംഗതി. ആര് കഴിച്ചാലും മതി. അതിനേക്കാൾ എത്രയോ ഇരട്ടി, മനസ്സിലായോ, വിഷം ഉള്ള, ഏകദേശം സൈനൈഡിൻ്റെ അത്രയും അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വിഷം ഇവിടെയുണ്ട്, എൻ്റെ ശേഖരത്തിലുണ്ട്. ഞാൻ കാണിച്ചു കൊടുക്കാറില്ലായിരിക്കും. ഇവിടെ പല പ്രൊഫസർമാരും സയൻറ്റിസ്റ്റുമാരും വന്ന്, ഞാൻ കാണിച്ചു കൊടുത്തില്ല, നിങ്ങൾ തിരഞ്ഞെടുത്തോ, നിങ്ങളുടെ കാലിലെടുത്തുണ്ട് ഇവിടെ ഉണ്ട്, സാധനമുണ്ട്, മനസ്സിലായോ. അതെനിക്ക് ഇത്തിരി പേടിയുണ്ട്. കാരണം പലരും അത് മരണം സത്യമാണത്, എനിക്കറിയാതെ സൈനൈഡ് പറയാമല്ല, അതിൻ്റെ ടേസ്റ്റ് പോലും ആർക്കും ഇന്ന് വരെ എഴുതാൻ സാധിച്ചിട്ടില്ല. അതുപോലെ അതിനേക്കാൾ എത്രയോ ഇരട്ടി വിഷമുള്ള സാധനങ്ങളുണ്ട്. ഈ പറഞ്ഞ സാധനം എൻ്റെ ശേഖരത്തിലുണ്ട്. പല യൂണിവേഴ്സിറ്റിയിൽ നിന്നും പലരും, ഞാൻ പറയും, നിങ്ങൾ എന്നിലും അറിവുള്ള ആൾക്കാർ പഠിച്ച് അല്ലേ, ഞാനീ പറഞ്ഞ മാതിരി ബോട്ടണി ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്ത ആളെ, എൻ്റെ ജീവിതമാണ്, ഞാൻ അനുഭവിച്ച് പഠിച്ചതാണ്. ഇപ്പോൾ ചൊറിഞ്ഞണം മുട്ടിയാൽ അതിൻ്റെ മുട്ടി ചൊറിഞ്ഞിങ്ങനെ മാന്തി പഠിച്ചിട്ടുള്ളതാണ് എൻ്റെ അനുഭവം. ഞാൻ പുസ്തകത്തിൽ വായിച്ചതല്ല. അപ്പം ഈ സാധനങ്ങൾ എങ്ങനെ കണ്ടിരുന്ന, ഞാൻ പറഞ്ഞില്ലേ, പല അതിൻ്റെ നിഗമനത്തിൽ വന്നിട്ട് സംഭവം ശരിയാണ്. അങ്ങനെ ഒത്തിരി സസ്യങ്ങളുണ്ട്. ചിലത് നമുക്ക് വെളിപ്പെടുത്താൻ പ്രയാസമുള്ളതൊക്കെ ഉണ്ട്. ഏകദേശം ഹോർത്തൂസ്, അതിൻ്റെ ഗ്രന്ഥങ്ങൾ എൻ്റെ അടുത്തുണ്ട്, ഹോർത്തൂസ് മലബാറിക്കസ്. എനിക്ക് തോന്നുന്നത് ഒരു 600 ചില്ലാനം
പ്ലാന്റ്സ് ഏതിലുള്ളൂ. ബാക്കിയൊക്കെ അതിൻ്റെ ഒരേ ഭാഗങ്ങൾ, ഇപ്പോൾ അവർ തെങ്ങെടുത്തു കഴിഞ്ഞാൽ തേങ്ങ, അതിനെപ്പറ്റി ഓരോ വിവരണങ്ങൾ. പക്ഷേ നമുക്ക് 600 ചില്ല അതിൽ ഏകദേശം പകുതിയോളം എത്തിയെന്നുമാണ്. കുറേ കളക്ഷൻ ഉണ്ട് എൻ്റെ അടുത്ത്, മനസ്സിലായി. പലതും കിട്ടാനുണ്ട്. പലതും അതിൻ്റെ ഇപ്പോഴും പ്രയാണത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു ആഗ്രഹമാണത്, സാധിക്കണം എന്നുള്ളത്, സാധിച്ചു തരും എന്നുള്ളതൊരു തോന്നലുണ്ട്. കുറേ കളക്ഷനുണ്ട്. അതിൽ കുറേ ഈ പറഞ്ഞ മരങ്ങളൊക്കെ ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. ഇപ്പോൾ ടൗണ് ഈ പറഞ്ഞ എല്ലാം താമസ സൗകര്യം, താമസത്തിനെല്ലാം ഫ്ലാറ്റും വീടുകൾ തന്നെ. വീട്ടുകാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ചെറിയ മുറ്റമാണെങ്കിലും അത് കോൺക്രീറ്റ് ചെയ്യാതിരിക്കുക. മണ്ണിൽ ചവിട്ടണം ആദ്യം അത്. അപ്പം നമ്മുടെ സ്ഥലമെല്ലാം വൃത്തിയാക്കി ഇടുക. അപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്ത് അത് കാണിലേക്ക് അല്ലെങ്കിൽ അടുത്ത ആളുടെ പറമ്പിലേക്ക് ഒഴുക്കി വിടുക. അതിൽ നിന്നൊക്കെ നമ്മൾ മാറണം ഓരോരുത്തരും, മനസ്സിലായോ? വെള്ളം പലരും പറയാറുണ്ട്, ഇവിടെ 2 മഴ പെയ്ത് വെള്ളം പിന്നെ കീഴോട്ട് ഇറങ്ങാനുള്ള സൗകര്യമില്ല. നമ്മൾ മുറ്റമൊക്കെ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്തു. അപ്പോൾ ആ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങണം, മനസ്സിലായോ? അങ്ങനെ ഓരോന്ന് നശിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം പല സസ്യങ്ങളും ഞാനത് നോട്ട് ചെയ്തതാണ്. നമ്മൾ സുലഭമായിട്ട് ഇവിടെ നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്ന തുമ്പ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓണത്തിനൊക്കെ അത്യാവശ്യം അതിൻ്റെ പൂവ്. ഇപ്പോൾ തുമ്പ കാണാനില്ല. പല സ്ഥലങ്ങളിലും പുതിയത് കുറച്ച് വന്നിട്ടുണ്ട്. അത് എങ്ങനെ നമ്മൾ അതായിട്ട് എന്താ പറയുക, പ്രകൃതിക്ക് എങ്ങനെ ഗുണപ്രദമാകുമോ എന്നുള്ള ഒരു ഭയപ്പാടും കൂടിയുണ്ട്. പലതും നശിഞ്ഞുകൊണ്ടിരിക്കുന്നു, വേറെ പുതിയത് കുറച്ച് വരുന്നുണ്ട്. അത് പ്രകൃതി നിയമം. ഒത്തിരി പുരസ്കാരങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് മറ്റേ ബയോഡൈവേഴ്സിറ്റി സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ബയോഡൈവേഴ്സിറ്റിയുടെ. പിന്നെ വനമിത്ര സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ മറ്റേ CPCRAയുടെ, അത് സൗത്ത് എന്താ പറയുക, ആന്ധ്ര, കേരളം, തമിഴ്നാട്, 3 സ്റ്റേറ്റ്, സൗത്ത് ഇന്ത്യ 3 സംസ്ഥാനങ്ങളിൽ 100 കർഷകരെ അവർ തിരഞ്ഞെടുത്തിരുന്നു പല ഇതിൽ. അതിൽ മെഡിസിൻ പ്ലാന്റും ഈ കേരളത്തിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു അവാർഡും കിട്ടിയിട്ടുണ്ട്. അത് വളരെ സന്തോഷമാണ്. കാര്യം 3 തമിഴ്നാട്, കേരളം, പിന്നെ ആന്ധ്ര, 3 സ്റ്റേറ്റിൽ നിന്ന് 100 പേരെ എടുത്തിരുന്നു അവർ. കേരളത്തിൽ നിന്ന് ഞാനാണ് പോയത്. അങ്ങനെ പിന്നെ ഒത്തിരി പുരസ്കാരങ്ങൾ പല തരത്തിൽ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. പിന്നെ പുരസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വലിയ ആളായി എന്നുള്ള, പക്ഷേ എനിക്കൊരു പ്രചോദനമാണ്. അടുത്തത് എന്നേക്കാളേറെ അടുത്ത തലമുറയ്ക്ക്, എൻ്റെ അപ്പൂപ്പൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ മാതിരിയായിരുന്നു. അത് നല്ലൊരു കാര്യമാണല്ലോ. ഏത് നല്ലതും നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടല്ലോ പ്രകൃതിക്ക് വേണ്ടി. അത് എനിക്ക് ഒത്തിരി ഉത്തേജനം തരുന്നതാണ്. ഇത് നമുക്ക് ആ ഒരു 10 പേരുടെ മുൻപിലൊക്കെ പോയി മേടിക്കുക എന്ന് പറഞ്ഞാൽ